ഭക്തി എന്നത് ഒരു ശക്തി തന്നെയാണ്. പക്ഷേ അത് സ്വയം അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിന് ശക്തി ഉണ്ടാകൂ, അല്ലേ? നാം പഠിക്കുന്ന അറിവുകൾ നല്ലതിനും മോശം കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് വിശ്വാസങ്ങളും. മനുഷ്യർ തന്നെയാണ് മതങ്ങളും ആരാധനാലയങ്ങളും അവിടെയുള്ള ദൈവങ്ങളെയും ഒക്കെ പ്രതിഷ്ഠിച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഒരാൾ അവരുടെ ജോലി ചെയ്യുന്നത് പോലെ മതപണ്ഡിതർ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് നമ്മൾക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചാൽ നാം സ്വീകരിക്കുക. ഒന്നുകിൽ ഇതിനെ അന്ധമായി വിശ്വസിച്ച് എന്ത് വന്നാലും അതെല്ലാം താൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇല്ല എങ്കിൽ ദൈവം നമ്മളിലും ചുറ്റുമുള്ള എല്ലാവരിലും കുടികൊള്ളുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തിക്കുള്ള വഴികാട്ടിയായി ഈശ്വരനെ കണ്ട് നമ്മുടെ കഴിവിലും ചിന്തകളിലും ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് പോവുക. നമ്മളെ ശിക്ഷിക്കാനല്ല ഈശ്വരൻ, രക്ഷിക്കാനാണ്. മുകളിൽ നാം കാണാത്ത ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ നമ്മൾക്കൊപ്പം മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ആരാധനാലയങ്ങളിൽ നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടുന്ന അന്തരീക്ഷമാണ് വേണ്ടത്. ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും പ്രസാദങ്ങളുടെയും എല്ലാം ഗന്ധം നിറഞ്ഞ, പ്രകൃതിയുടെ ശാന്തതയും വിശുദ്ധിയും നിറഞ്ഞ അന്തരീക്ഷം എല്ലാവർക്കും സ്വസ്ഥമായി സ്വയം തിരിച്ചറിയാനുള്ള ഒരിടം, അല്ലാതെ അവയ്ക്ക് പിടിച്ചു വലിച്ച് വിചാരണ ചെയ്യാനുള്ള സ്ഥലമാക്കി മാറ്റാതിരിക്കുക. നാം ചെയ്യുന്ന പ്രവൃത്തികളും കർമ്മങ്ങളുമാണ് നാം തിരുത്തേണ്ടതും വിശ്വസിക്കേണ്ടതും, അല്ലാതെ അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഭ്രാന്തികളല്ല. നമ്മുടെ വിശ്വാസങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. പ്രാർത്ഥനകളും ദൈവവും നമ്മുടെ ജീവിക്കാനുള്ള ഊർജം മാത്രമാണ്, അല്ലാതെ ഈശ്വരൻ്റെ പേരിൽ മതങ്ങളെ വളർത്താനുള്ള ഉപകരണങ്ങളല്ല പ്രകൃതിയും മനുഷ്യനും. ഈശ്വരനും വിശ്വാസവും നീർച്ചാലുകൾ പോലെ ഒഴുകിയിറങ്ങി അവ സമുദ്രത്തിലേക്ക് എത്തിക്കൊള്ളും, അല്ലാതെ അണകെട്ടി അധികാരത്തിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവ വികലമാകുന്നത്. സ്വയം വളരുക. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും മുറിവേൽപ്പിക്കാതെ അവരെയും വളരാനും ജീവിക്കാനും അനുവദിക്കുക എന്നത് മാത്രമാണ് പ്രകൃതി തത്വം. ശിക്ഷിക്കാനുള്ളതല്ല, രക്ഷിക്കാനാണ് ദൈവം. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നിനു വേണ്ടിയും നാം ബലിയാടാവാതിരിക്കുക.